ഗൈസ് അങ്ങനെ നമ്മൾ റൗണ്ട് സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. നമുക്ക് ആവശ്യമുള്ള ഗണ്ണും കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ റൗണ്ട് സ്റ്റാർട്ട് ആയപ്പോഴത്തേക്ക് നമ്മൾ വീടിൻ്റെ അകത്തൂടൊക്കെ കയറി പോകുന്നുണ്ട്. എനിമീസിനെ തപ്പിയാണ് ഗൈസ് പോകുന്നത്. അങ്ങനെ വീടിൻ്റെ അകത്തൂടൊക്കെ കയറി ഇറങ്ങി. പക്ഷേ എനിമീസിനെ ആരെയും കാണാനില്ല. അതിന് ഇവിടെയൊക്കെ വന്ന് നോക്കുന്നുണ്ട്. പക്ഷേ നോവേ ഗൈസ് ആരെയും കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ടീംമേറ്റിന് നല്ല ഡാമേജ് ഒക്കെ കിട്ടുന്നത് കണ്ടത്. നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു എനിമി, പിന്നെ വേഗം തന്നെ കുത്തിപ്പിടിച്ചവനെ നോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ നോക്കും ഫിനിഷ് എടുത്തിട്ട് നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്യാനായിട്ട് ഓടുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അപ്പോഴത്തേക്കും നമ്മുടെ എനിമീസ് വന്ന ടീംമേറ്റിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വേണ്ട അടുത്ത എനിമിനെ നോക്കി നടക്കുവാണ് ഗൈസ്. പക്ഷേ ഇവിടെ നിന്നിട്ട് ഒരു എനിമിയെ പോലും കാണാനില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ടീംമേറ്റിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ ടീംമേറ്റിന് അടുത്തോട്ട് ഞാൻ പോകുന്നുണ്ട്. പക്ഷേ അവിടെ പോയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലായിരുന്നു. ഞാൻ നോക്കിയിട്ട് ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് മനസ്സിലായില്ലേ എവിടുന്ന അടി വരുന്നത്, എവിടെയാണ് എനിമി ഉള്ളതെന്നൊക്കെ. ഇവൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഓർത്ത് ആദ്യമേ ഫ്രണ്ട് വല്ലതും ആയിരിക്കുമെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് സൈഡിലോട്ടൊക്കെയാണ് ഫ്ലാഷ് ഫ്രീസ് എറിയുന്നത്. അപ്പോൾ ആകെ ഡൗട്ടായി എവിടെയാണ് എനിമിന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇത് തന്നെയാണ് സേഫ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു എനിമി, അത് നമ്മുടെ ടീംമേറ്റിനെ നോക്ക് ചെയ്ത്